പാചകത്തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക 4 ദിവസത്തിനകം വിതരണം ചെയ്യുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പന്നിക്കോട് AUP സ്കൂളിലെ പാചകത്തൊഴിലാളി മാലിനിയുടെ പരാതിയെ തുടർന്ന് വിഷയം CK കാസിം MLA മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. പൊതുവിദ്യാലയങ്ങളിലെ പാചകത്തൊഴിലാളികൾക്ക് ആശ്വാസമായിരിക്കുകയാണ് തിരുവമ്പാടി MLA CK കാസിമിൻ്റെ ഇടപെടൽ. അധ്യയന വർഷം തുടങ്ങി 2 മാസമായിട്ടും ഇവർക്ക് വേതനം ലഭിക്കുന്നില്ലെന്ന പരാതി ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം പന്നിക്കോട് AUP സ്കൂളിൽ പ്രഭാത ഭക്ഷണ പദ്ധതി ഉദ്ഘാടനത്തിനെത്തിയ CK കാസിം MLAയോട് സ്കൂളിലെ പാചകത്തൊഴിലാളിയായ മാലിനി വിഷയം നേരിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് MLA മുക്കം AEOയുമായി സംസാരിച്ച് കാര്യങ്ങൾ പഠിക്കുകയും തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. ഇതോടെയാണ് മന്ത്രി എൻ ഷംസുദ്ദീൻ 4 ദിവസത്തിനകം പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് ഉറപ്പ് നൽകിയത്. വിഷയത്തിൽ മറ്റ് വിവിധ സംഘടനകളും ഇടപെടൽ നടത്തുകയും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. കേരളത്തിലെ 13,000-ൽ പരം പാചകത്തൊഴിലാളികൾക്ക് വേനലവധിക്ക് 2,000 രൂപയുടെ അലവൻസ് മാത്രമാണ് ലഭിച്ചത്. 2 മാസത്തെ ശമ്പള കുടിശ്ശികയായി കിടക്കുകയാണ്. പുതിയ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ച 1000 രൂപ അലവൻസ് ഉൾപ്പെടെ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ശമ്പളം ലഭിക്കാതെ തൊഴിലാളികൾ കടുത്ത ദുരിതത്തിലായതിന് പിന്നാലെ സംഘടനകൾ സമരപ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരുന്നു. 500 കുട്ടികൾക്ക് ഒരു പാചകത്തൊഴിലാളി എന്ന കർശന മാനദണ്ഡം കാരണം അമിത ജോലിഭാരം പേറുന്നവരാണ് അധികവും. സഹായിയെ വെച്ചാൽ അവർക്കുള്ള വേതനം കയ്യിൽ നിന്ന് നൽകണം. ശമ്പളം കിട്ടാതെ വന്നതോടെ അവർക്ക് പണം നൽകാനാവുന്നില്ല. 65 വയസ്സ് കഴിഞ്ഞ തൊഴിലാളികൾക്ക് വിരമിക്കൽ ആനുകൂല്യം, പെൻഷനും ഓണബോണസായി 20 ദിവസത്തെ വേതനവും ഓഗസ്റ്റിലെ മുൻകൂർ ശമ്പളവും നൽകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.